എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മുടെ പ്ലാന്റ് അക്വേറിയത്തിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വിചാരിച്ചു പ്ലാന്റ് അക്വേറിയത്തെ പറ്റിയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ അകത്ത് വെള്ളം എനിക്കൊന്ന് മൊത്തത്തിലൊന്ന് മാറണം. ഏകദേശം 2 മാസത്തോളമായി ഞാനിത് മാറിയിട്ട് ഇത് വെള്ളം റീഫിൽ ചെയ്യുന്നുള്ളായിരുന്നു. ഫുള്ള് വെള്ളം വറ്റിച്ചിട്ട് പുതിയ വെള്ളം ഇടാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് എല്ലാം കുറേയൊക്കെ ഈ വെള്ളത്തിന് മുകളിലോട്ട് വളർന്നിട്ട് നിൽപ്പുണ്ട്. അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണം. പിന്നെ എന്താ പറയണ്ടേ, ഈ നമ്മുടെ ഇതിനകത്ത് കുറച്ച് നമ്മൾ ആറ്റിലെ മീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. പിന്നെ കുറേ ഫുഡിൻ്റെ വേസ്റ്റ് എല്ലാം നമ്മുടെ ഈ മണ്ണിനകത്ത് വന്ന് അടിഞ്ഞിട്ടുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഗ്ലാസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഗ്ലാസ് എല്ലാം നല്ല ആൽഗയൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട്, ദയവായിട്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിത് ലോ ബഡ്ജറ്റ് സെറ്റ് ചെയ്തൊരു പ്ലാന്റ് അക്വേറിയമാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളോ ആർക്കും ലോ ബഡ്ജറ്റ് പ്ലാന്റ് അക്വേറിയം സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോയും പ്ലെയിൻ ലിസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ A to Z കാര്യങ്ങൾ മനസ്സിലാവും. എന്നിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്, ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു ടോപ്പ് കവർ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം എന്താണ്ട് ഏകദേശം മണ്ടയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് അതിനകത്തെല്ലാം നല്ല ആൽഗെ പിടിച്ചിട്ടുണ്ട്. ഗ്രീൻ ആൽഗയാണ് മൊത്തം പിടിച്ചിരിക്കുന്നത്. പിന്നെ കുറേ പ്ലാന്റിൻ്റെ ലീഫെല്ലാം അഴുകി തുടങ്ങിയിട്ടുണ്ട്. എനിക്കൊന്ന് വെള്ളത്തിൻ്റെ പുറത്ത് വന്നിട്ടുണ്ടായിരിക്കും ഇതങ്ങനെ അഴുകി തുടങ്ങിയിരിക്കുന്നത്. ഞാനിപ്പോൾ ശ്രദ്ധിച്ചിട്ട് കുറേ നാളായി. പിന്നെ ഇതുകൊണ്ട് കുറേ പ്ലാന്റ്സ് നല്ലതായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കണം. അതുകൊണ്ട് വെള്ളത്തിന് അത്യാവശ്യം സ്മെല്ലും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ വെള്ളം റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് അഴുക്കും പൊടിയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സക്കിംഗ് ട്യൂബ് ആവശ്യമുണ്ട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു സക്കിംഗ് ട്യൂബാണ്, നമ്മുടെ സാധാ ട്യൂബും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്തോട്ട് ഇറക്കിയിട്ട് ഇതിനകത്ത് അഴുക്കെല്ലാം നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബക്കറ്റിനകത്തോട്ട് നമുക്കിത് വലിച്ചാദ്യം ഒന്ന് വിട്ടാൽ മതി. അഴുക്ക് വെള്ളം വായി കയറി. എന്നിട്ട് മണലിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. മൊത്തത്തിൽ ഓടിക്കണ്ട, ഇങ്ങനെ ജസ്റ്റ് എൻ്റെ മണ്ടയ്ക്ക് കൂടി ഇങ്ങനെ ഒന്ന് കലക്കി വിട്ടാൽ മതി. ഇത് നമ്മുടെ ഒരു പ്ലാന്റ് ആണ്, അതും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം തൽക്കാലത്തേക്ക്. കല്ലിൻ്റെ പീസും നമ്മൾ ഈ കല്ലിൻ്റെ പുറകെ ഒരു പ്ലാന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഇതൊരു മര്യാദയ്ക്ക് പിടിച്ചു പോലും ഇല്ല. എന്നാലും ഇതോടെ വെച്ചേക്കാം. നല്ലതായിട്ട് വെള്ളം കലങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫിൽറ്ററോടെ വർക്കിംഗ് ആയതുകൊണ്ട് ഈ പൊടി നല്ല ഇളകും. ഞാൻ നല്ല ഇളക്കി വിട്ടിട്ടുണ്ട്. അതെല്ലാം കണ്ട് ഈ ബക്കറ്റിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം പൊടിയെല്ലാം കയറി വരുന്നുണ്ട് ഈ ട്യൂബിനകത്തുനിന്ന്. അപ്പോൾ എന്തായാലും മാക്സിമം വെള്ളം കുറയട്ടെ, എന്നിട്ട് നമുക്ക് ഈ ഫിൽറ്റർ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങളിതുകൊണ്ട് ക്ലീനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഫിൽറ്റർ അതിനകത്ത് കിടപ്പുണ്ടെങ്കിൽ ദയവായിട്ട് ഫിൽറ്റർ ഓഫ് ചെയ്യണം. ഞാനിത് ആദ്യം ഓഫ് ചെയ്യാൻ മറന്നതാണ്. എന്തായാലും നിങ്ങളത് ചെയ്തിട്ടേ ചെയ്യാവൂ. സൈഡിലെല്ലാം നല്ലതായിട്ട് ആൽഗയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്ത് ഈ ആൽഗയൊക്കെ സൈഡിലത്തെ റിമൂവ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മറ്റേ മാഗ്നറ്റിക് ക്ലീനർ വെച്ചിട്ട് നമുക്ക് ചെറുകെ അതിൻ്റെ സൈഡെല്ലാം ക്ലീൻ ആക്കി കൊടുക്കാം. അപ്പോൾ വെള്ളമുള്ള സമയത്താകുമ്പോൾ ഇതിനകത്തൂടെ അങ്ങ് അഴുക്കിറങ്ങി പൊക്കോളും. ഞാൻ ഫിൽറ്ററിൻ്റെ സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടേ. ഫിൽറ്റർ ഓഫ് ചെയ്ത് നമുക്കിനി ഫിൽറ്റർ ചെറുകെ മാറ്റാം. ഇപ്പോൾ ഒരു ബക്കറ്റ് ഏകദേശം ഫുള്ളായി. നമുക്കിനി അടുത്ത ബക്കറ്റ് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ബക്കറ്റ് അങ്ങോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഒരുവിധം ഗ്ലാസ്സിലെ ആൽഗയെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൈഡിലായിരുന്നു ഏറ്റവും കൂടുതൽ ആൽഗ ഇരുന്നത്, അത് ഞാൻ അത്യാവശ്യം ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 മാസവും 3 മാസവും ഉണ്ടായി ഞാൻ ഈ വെള്ളം ഒന്ന് ഫുള്ളായിട്ട് മാറിയിട്ട് ഇത് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ട്. അപ്പോൾ ഈ പ്ലാന്റ് അക്വേറിയമൊക്കെ ഇതുകൊണ്ടൊക്കെ മെയിൻ്റെനൻസ് ആണെന്ന് പറയുന്നവരോട് എനിക്ക് എന്താ അങ്ങനെ പറയുന്ന അറിയത്തില്ല. എന്തായാലും എനിക്ക് അങ്ങനെ അത്രയും വലിയ മെയിൻ്റെനൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയാം, ഞാനിപ്പോൾ 2 മാസമായിട്ട് ഈ അക്വേറിയം ഞാൻ ജസ്റ്റ് റീഫിൽ ചെയ്ത് കൊടുക്കത്തുള്ളൂ വെള്ളം കുറയുന്ന സമയത്ത്. അല്ലാതെ ഞാനിത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വെള്ളം നിറയുമ്പോഴത്തേക്കും നമുക്ക് പ്ലാന്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിടാം. ഇതിനകത്ത് ഈ അഴുക്കായിട്ട് നിൽക്കുന്ന ഇലകളും എല്ലാം ഞാൻ കട്ട് ചെയ്യുകയാണേ. പിന്നെ കട്ട് ചെയ്ത് വിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇതിനെയും കിളിച്ച് വന്നോളും. ഞാൻ കുറേ പ്ലാന്റ്സ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇതിനകത്തെ ഭൂരിഭാഗം പ്ലാന്റിൻ്റെ മണ്ട ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചാൽ ഇതിനകത്ത് വളർന്നിരിക്കുന്ന പ്ലാന്റ്സ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് വെള്ളം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയോടെ കട്ട് ചെയ്ത് വിടാം. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ആറ്റിമീനെ ഞാൻ പിടിച്ചിട്ടില്ലേ, അവന്മാരെ പിടിക്കാം. അവന്മാരെ പിടിക്കാൻ വെച്ചിട്ട് പാടാം. അവന്മാർ ഭയങ്കര ഫൈറ്റ് എടുക്കും. കണ്ടു കിടക്കുന്നു പാടാ മോനെ, ഇന്ന് നിന്നെയൊക്കെ സ്വാതന്ത്ര്യമാക്കും. ഒരാളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്നാണ്ടോ നീ ഇവിടെ കിടക്ക്. നമ്മുടെ ഭംഗി നോക്കി. 3 ഇനിയും കാണും. 4 പേരേ ഉള്ളൂ. 4 പേരെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അമ്മമാർ തൽക്കാലം അടച്ചു വെക്കല്ലേ, അമ്മമാർ ചാടിക്കും. നിങ്ങളിവിടെ നമ്മൾ മെയിനായിട്ട് ഇന്ന് വെള്ളം പറ്റിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കാരണം അവന്മാരല്ലാതെ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പ്ലാന്റ് അക്വേറിയത്തിൻ്റെ ഇപ്പോഴത്തെ വെള്ളമില്ലാത്ത അവസ്ഥ കണ്ടിതാണ്. ഓക്കെ, ഓൾമോസ്റ്റ് വെള്ളം പറ്റിയിരിക്കുകയാണ്. നമുക്ക് ഇത്രയും വെച്ച് നിർത്താം. ഇത്രയും പ്ലാന്റ്സ് നമ്മൾ കട്ട് ചെയ്തിരുന്നത് ഇതെല്ലാം റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ കിളിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം തിരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതൊരു പണിയാണ് ഗൈസ്.
ഞാൻ ഇതിനകത്ത് വെള്ളം ഇനി തിരിച്ചൊഴിച്ച് കൊടുക്കാൻ പോവാണ്. ബക്കറ്റിലെ വെള്ളം പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത്. അതിനകത്ത് ചെറുത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പ്ലാന്റിൻ്റെ മണ്ടലോട്ട് ഒഴിച്ചാൽ മതി. അതാകുമ്പം വലിയായിട്ട് ചരൽ മാറത്തില്ല. കിണറ്റിലെ വെള്ളത്തിന് ചെറിയൊരു കലക്കലുണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ടേ. അത് കുഴപ്പമില്ല, ഫിൽറ്റർ ഒരു 2 ആഴ്ച ഓടുമ്പോഴത്തേന് റെഡി ആയിക്കോളും. വെള്ളം അധികം സ്പീഡിൽ കുത്തി ഒഴിക്കില്ല കേട്ടോ, ഞാൻ കുത്തി ഒഴിക്കുന്നതാണ്. അങ്ങനെ മൊത്തം വെള്ളം നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത ചെടിയുടെ ഇലയൊക്കെ ആണ്ട് മേളിൽ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പറക്കിയെടുത്ത് കളയാം. അങ്ങനെ നമ്മുടെ അക്വേറിയത്തിലെ ഒരുവിധം ഇലയെല്ലാം നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇലയെല്ലാം തന്നെ കിളിച്ച് വന്നോളും, അതിന് കുറച്ച് സമയം എടുക്കും. അത് നമുക്ക് വെള്ളം നല്ലതായിട്ട് കലങ്ങിയിട്ടുണ്ട്. അത് കിണറ്റിലെ വെള്ളത്തിൻ്റെ അതിങ്ങനെ 2 ദിവസം ഫിൽറ്റർ ഓടി കഴിയുമ്പോഴത്തേന് അതും അങ്ങ് ശരിയായിക്കോളും. നമ്മുടെ ഫിൽറ്ററോട് ഇതിനിടെ ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കല്ലുകളെല്ലാം ഇറക്കി വെക്കാം. മണ്ണില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മണ്ണ് ജസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ പ്ലാന്റ് ഇതിൻ്റെ പുറകിൽ നിന്ന് മാറ്റി നടണം. ഇത് ഇതിൻ്റെ പുറകിൽ പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ ക്ലീനിങ് പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്ക് ശകലം ഫുഡ് ഇട്ട് കൊടുക്കാം. കാരണം ഇപ്പം വെള്ളം ക്ലീൻ ചെയ്തേക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ഇനി ഫുഡൊന്നും കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ ഈ ഫുഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേതോ പുതിയ ബ്രാൻഡ്, കടക്കാർ എനിക്ക് തന്നത്. ഇത് നല്ല ബ്രാൻഡാണെന്ന് പറഞ്ഞുകൊണ്ട് 90 രൂപയായിരുന്നു ഇതിൻ്റെ വില. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിട്ട് കൊടുക്കാം. നമ്മൾ ഈ ഫുഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ച് വെക്കാം. ഇനി ഞാനൊന്ന് ഫിൽറ്റർ ഓണാക്കി നോക്കട്ടെ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പം നല്ലതായിട്ട് ലൈറ്റ് താഴോട്ട് വരുന്നുണ്ട്. നേരത്തെ ലൈറ്റ് പോലും താഴോട്ട് വരാതെ ഇരിക്കുമായിരുന്നു. കൊള്ളാം. എന്തായാലും അവരോട് എൻജോയ് ചെയ്യട്ടെ. നമുക്ക് ലവന്മാരെ കൊണ്ട് റിലീസ് ചെയ്യാം. നമ്മൾ അക്വേറിയത്തിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ടിട്ടേക്കുന്ന പ്ലാന്റാണ് ഇതെല്ലാം. ഇതിനകത്ത് കിടന്നെല്ലാം നല്ലതായിട്ട് കിളിക്കുന്നുണ്ട്. ഇപ്പോൾ ആണ്ട് കൊണ്ടിട്ടത് ഇതെല്ലാം ഇച്ചിരി വലിയ ഒരു ടാങ്കിലോട്ടോ പാത്രത്തിലോട്ടോ എല്ലാം മാറ്റണം. അപ്പോൾ നമ്മൾ അവന്മാരെല്ലാം റിലീസ് ചെയ്തിട്ട് കയറി വരും കേട്ടോ. നമ്മൾ ആറ്റിക്കൊണ്ടുവന്ന് അവന്മാരെല്ലാം വിട്ടു. ഇനിയിപ്പോൾ അവന്മാരുടെ ലോകത്ത് ജീവിക്കട്ടെ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ഈ ആറ്റിലെ മീനുകളൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് അവന്മാർ വലുതായി കഴിഞ്ഞാൽ അക്വേറിയത്തിൽ അവന്മാർ ഭയങ്കര ഉണ്ടാക്കും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.